ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 3-ാം തീയതി ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അന്നാണ് ശബരി ജയന്തി. ശബരി മാതാവ് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തയായിരുന്നു മാതാ ശബരി. ഇപ്പോൾ നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞല്ലോ. അവിടെ ശബരി മാതാവിന് പ്രത്യേകമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു ആദിവാസി സ്ത്രീയായിരുന്നു ശബരി മാതാവ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല. ഒരുപാട് സന്യാസിമാരുടെ അടുത്തൊക്കെ അവർ ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് ചെന്നു. പക്ഷേ ഇവരൊരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് തന്നെ പലരും ഇവരെ അവിടേക്ക് പഠിപ്പിക്കാനായിട്ട് കയറ്റിയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം അവസാനം മാതംഗ മുനിയുടെ ആശ്രമത്തിൽ ശബരി മാതാവ് എത്തുകയും മാതംഗ മുനിക്ക് ശബരി മാതാവിൻ്റെ നിഷ്കളങ്കതയും ഭക്തിയുമൊക്കെ ബോധ്യപ്പെടുകയും അങ്ങനെ മാതംഗ മുനിയുടെ ആശ്രമത്തിൽ ശബരി മാതാവ് താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാനെ ഭജിക്കാനൊക്കെ പഠിക്കുകയും മാതംഗ മുനിയുടെ സേവനങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതംഗ മുനിയുടെ അവസാന കാലഘട്ടമായി. ആ സമയത്ത് ശബരി മാതാവിന് വലിയ സങ്കടമായി. ഇനി എന്തു ചെയ്യും എന്ന ഒരു പരിഭ്രമമൊക്കെ മാതാവിന് ഉണ്ടാകുന്നു. അങ്ങനെ മാതംഗ മുനിക്ക് മനസ്സിലാകുന്നുണ്ട് ശബരി മാതാവിന് ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം മാതാവിന് പോകാൻ മറ്റൊരിടമില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ മാതംഗ മുനി പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിക്കൊള്ളുക. കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുജനും വരും. അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് വലിയ ഭക്തിയാണ് മാതാവിന്. അപ്പോൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഈ മലമുകളിൽ തന്നെ കഴിഞ്ഞുകൂടുക. കുറച്ച് കാലം കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുജൻ ലക്ഷ്മണനും ഇവിടെ വരുമെന്നും അങ്ങനെ ശബരി മാതാവിന് മോക്ഷം ലഭിക്കുമെന്നും വേണ്ട ഉപദേശങ്ങളൊക്കെ ശ്രീരാമചന്ദ്ര പ്രഭു നൽകുമെന്നും പറയുന്നു. അങ്ങനെ മാതംഗ മുനിയുടെ കാലം കഴിയുകയാണ്. അതിനുശേഷം അവിടെ ശബരി മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വരവിന് വേണ്ടി ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വന്നാലോ എന്ന് കരുതി അദ്ദേഹത്തിനെ പൂജിക്കാൻ വേണ്ടുന്ന പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വെക്കും. നല്ല പൂക്കളാണോ എന്ന് മണത്തൊക്കെ നോക്കും. പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഓരോ പഴങ്ങളും എടുത്ത് കടിച്ചു നോക്കും. ഇതിന് പുളിയുണ്ടോ കയ്പുണ്ടോ അങ്ങനെയൊക്കെ മധുരമുണ്ടോ എന്നൊക്കെ നോക്കി പരിശോധിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇവർക്ക് അറിയില്ല. നമ്മൾ സാധാരണ പറയും ഭഗവാനെ പൂജിക്കാൻ കൊണ്ടുപോകുന്ന പുഷ്പം മണത്തു നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭഗവാനെ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ മാതാവിന് ഇതൊന്നും അറിയില്ല. മാതാവ് ഇങ്ങനെ മണത്ത് നോക്കുന്ന എന്തിനാണ്? ഏറ്റവും സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് വേണം ഭഗവാന് അർച്ചന ചെയ്യാൻ. ഏറ്റവും മധുരമുള്ള പഴങ്ങൾ വേണം ഭഗവാന് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് രുചിച്ച് നോക്കുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 10 തവണ നോക്കും, ഇല്ലേ? അത് കറക്റ്റാണോ എന്ന് നോക്കും. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. ആ മണം കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാകും നല്ലതാണെന്ന്. അത് പഴയിടം തിരുമേനിയെ പോലുള്ളവർക്ക് മനസ്സിലാകും. എന്നെപ്പോലുള്ള സാധു 10 തവണ കഴിച്ച് ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ പകുതി ഞാൻ രുചി നോക്കി തീർക്കും. അതിനുശേഷമാണ് ആഹാരം മിച്ചം കിട്ടുന്നത്. അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലൊരു സ്ത്രീ ആയിരുന്നു ശബരി മാതാവും. അതുകൊണ്ടാണ് അറിയില്ല. അതുകൊണ്ട് അവരിങ്ങനെ നോക്കി വെക്കും. അങ്ങനെ ഓരോ ദിവസവും കഴിയും, ഭഗവാൻ വരുന്നില്ല. പക്ഷേ പ്രതീക്ഷയോടുകൂടി ഭഗവാനെ ഭജിച്ച് ശബരി മാതാവ് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ശബരി ആശ്രമത്തിലേക്ക് വരുന്നത്. നമ്മൾ കേരളത്തിൽ പൊതുവേ നമ്മൾ വായിക്കുന്ന രാമായണം എന്ന് പറയുന്നത് അധ്യാത്മരാമായണം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ ആരണ്യകാണ്ഡത്തിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ശബരി ആശ്രമ പ്രവേശം. അവിടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ആ ഭാഗത്തിലാണ് അദ്ദേഹം അനുജനും കൂടി ശബരി ആശ്രമത്തിലേക്ക് എത്തുന്നതായിട്ട് പറയുന്നത്. അതായത് സീതാദേവിയെ അന്വേഷിച്ചിറങ്ങുന്ന ആ വഴിക്കാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്.
അങ്ങനെ ശബരി ആശ്രമത്തിൽ ഒരുപാട് ആശ്രമങ്ങൾ, മറ്റ് സന്യാസിമാരുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും പോകാതെയാണ് ശബരി ആശ്രമത്തിലേക്ക് ഭഗവാനും അനുജനും എത്തുന്നത്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ട ഉടനെ തന്നെ പരിഭ്രമിക്കുകയാണ് ശബരി. എന്നിട്ട് ഓടിച്ചെന്ന് തൊഴുത് നമസ്കരിച്ചിട്ട് നല്ല പൂക്കൾ നോക്കി വീണ്ടും വീണ്ടും മണത്ത് നോക്കുകയാണ്. ഈ പൂക്കൾക്ക് നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് ഭഗവാന് കാലൊക്കെ കഴുകി അർച്ചന ചെയ്യുന്നത്. എന്നിട്ട് ഓരോ പഴവും എടുത്തിട്ട് വീണ്ടും സംശയം തോന്നിയിട്ട് വീണ്ടും കടിച്ചു നോക്കും, ഇത് നല്ലതാണോ എന്നിട്ട് അത് കൊടുക്കും. ശ്രീരാമചന്ദ്ര പ്രഭു അത് അമൃത് പോലെ ആ പഴങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു, ഭക്ഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത്രയും രുചികരമായ പഴങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേയില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം ശബരിയെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ശബരി മാതാവാണ് സുഗ്രീവൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്ര പ്രഭുവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ശബരിയെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്? ശബരി ചെയ്തത് ശരിയാണോ? ഇങ്ങനെ കഴിച്ചിട്ടാണോ തരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഭക്തിയോടുകൂടി എനിക്ക് എന്ത് തന്നാലും അത് നിഷ്കളങ്കമായ ഭക്തിയാണ്. ആ ഭക്തിയോടുകൂടി തരുന്നത് അതാണ് അമൃത് പോലെ ഭക്ഷിക്കേണ്ടത്, അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു അനുജന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ശബരി മാതാവിനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു. മോക്ഷം ലഭിക്കാനായിട്ട് ഏറ്റവും ഉത്തമം ഭക്തിയാണ്. ഭക്തിയോടുകൂടി ഭജിക്കുമ്പോഴാണ്, എന്നെ ഭജിക്കുമ്പോഴാണ് മോക്ഷം കിട്ടുന്നത്. അത് സ്നേഹത്തോടു കൂടിയുള്ള ഭജനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ മറ്റ് യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടം എന്നെ സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതുമാണ് എന്നൊക്കെ ശബരി മാതാവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ശബരി മാതാവിന് മോക്ഷം ലഭിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു അവിടുന്ന് യാത്രയാവുകയാണ്. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പഴം, പുഷ്പം, വെള്ളം, ഒരില പോലും സ്നേഹത്തോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കുമെന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ആ ഭാഗം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവർക്കറിയാം, ആ ഭാഗം മാത്രമായിട്ടെടുത്ത് ഞാനിതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരി മാതാവ് സ്നേഹത്തോടു കൂടി അത് കൊടുത്തപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചു. ഇതുതന്നെയാണ് നമ്മൾ വ്രതങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിൽ ദുഷ്ടത വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അതൊരിക്കലും സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് വളരെ ലളിതമായ രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ, ഇപ്പം അസുഖമുള്ള ഒരാൾ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഇരുന്ന് ഭഗവാനെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചാൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും കേൾക്കും. അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രവർത്തികൾ കാട്ടിക്കൂട്ടിയാലൊന്നും ഭഗവാൻ അത് സ്വീകരിക്കുകയില്ല. നമ്മളെക്കൊണ്ട് ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് പറ്റുന്നതെന്ന്. അത് സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യം മാർച്ച് 3-ാം തീയതി ശബരി ജയന്തിയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മൂലമന്ത്രം ഓം ശ്രീരാമചന്ദ്രായ നമ, ഓം ശ്രീരാമചന്ദ്രായ നമ, ഓം ശ്രീരാമചന്ദ്രായ നമ എന്നാണ്. അത് നമുക്ക് അന്നത്തെ ദിവസം 108 തവണ ജപിക്കാം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിക്കാം. പറ്റുന്ന സമയങ്ങളിലൊക്കെ ജപിക്കാം. നമ്മുടെ നിത്യജപം ദിവസവും നമ്മൾ ജപിക്കുമല്ലോ. നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആദ്യം നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ്. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കുടുംബദേവതയെ, ഓരോ മനുഷ്യർക്കും ഓരോ കുടുംബദേവത കാണും. ആ കുടുംബദേവതയെ മനസ്സിലോർത്ത് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഇപ്പോൾ എനിക്ക് അയ്യപ്പസ്വാമിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിക്കേണ്ടത് അയ്യപ്പസ്വാമിയെ വിളിച്ച് ഞാനൊന്ന് മനസ്സിൽ കണ്ട്, ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ രൂപമൊക്കെ മനസ്സിൽ കണ്ടൊന്ന് പ്രാർത്ഥിക്കും. അതേപോലെ ഓരോരുത്തർക്കും ഓരോ കുടുംബദേവതകൾ കാണും. ആ കുടുംബദേവതകളെ പ്രാർത്ഥിക്കാം. അത് നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ആ കാര്യം നമ്മൾ വിട്ടുപോകരുത്. അതിനുശേഷം നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ജപിക്കാവുന്നതാണ്. പിന്നെ അതാത് ദിവസത്തെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം നമുക്ക് മഹാശിവരാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര സ്തോത്രമോ അത് വളരെ നല്ലതാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അത് വളരെ വിശേഷമാണ് ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യരാണ് ആ സ്തോത്രം എഴുതിയത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ആലോചിക്കുക. എല്ലാവരും അത് കണ്ടിട്ട് അതുപോലെ ജപിക്കണം.
ഒരാഴ്ച കാലം അത് ജപിക്കുന്നത് വളരെ നല്ലതാണ്, ശിവരാത്രി വരെ. അതല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കാം. പിന്നീട് അതാത് ദിവസത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ജപിക്കാം, നമ്മുടെ ഇഷ്ടദേവതകളെ ജപിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജപം വേണ്ടത്. ഇനി ഈ വീഡിയോയുടെ താഴെ നിത്യവും പ്രാർത്ഥിക്കുന്ന, നിത്യവും ജപിക്കുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേര് ജപിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ജപിക്കണം, എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഭഗവാൻ തരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും തന്നിരിക്കും. ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ജയന്തി ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി നമ്മുടെ നിത്യ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഓം ശ്രീരാമചന്ദ്രായ നമ എന്ന നാമവും കൂടി ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും വിശേഷമാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഓരോരോ പ്രത്യേകതകളുണ്ട്. അതാത് ദിവസങ്ങളിൽ ഞാനിടാം. ഏകാദശി വരുന്നു, അതിനായിട്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മഹാശിവരാത്രി. എല്ലാ വിശേഷങ്ങളും നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്? കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഫലം സിദ്ധിയുള്ളൂ. യാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതാത് ദിവസത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. കഥകൾ കേൾക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യം. കഥകൾ കേൾക്കുന്നത് മാത്രമല്ല, കഥകൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ കേൾക്കുന്ന കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരാളെയെങ്കിലും ഭഗവാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അത് വളരെ ശ്രേയസ്കരമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. ഒരു കഥ പറയുന്നു, അപ്പോൾ അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ ഭക്തിമാർഗത്തിലേക്ക് വരികയും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കാണ് കിട്ടുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ചെയ്യുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. കൊച്ചു കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.